നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ വനമേഖലയിൽ തകർന്നു വീണതിന് പിന്നാലെ അന്വേഷണത്തിനായി ഇറാൻ യുഎസിന്റെ സഹായം തേടുന്നതായി വെളിപ്പെടുത്തൽ. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറാണ് ഇറാൻ സർക്കാർ സഹായം തേടിയ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. പരമ്പരാഗതമായി ഇറാൻ യുഎസിനെ ശത്രുപക്ഷത്താണ് നിർത്തിയതെങ്കിലും അത്യാവശ്യഘട്ടം വന്നപ്പോൾ സഹായം തേടിയത് അസാധാരണ നീക്കമായി. ഇറാന്റെ അഭ്യർത്ഥന ചെവികൊണ്ട് എന്തു സഹായത്തിനും തയ്യാറാണെന്ന് പ്രതികരിച്ചു എങ്കിലും സംഭവസ്ഥലത്ത് എത്തിച്ചേരാനുള്ള വിഷമം കണക്കിലെടുത്ത് യുഎസ് ഒടുവിൽ ദൌത്യം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് റഷ്യയും തുർക്കിയുമാണ് പിന്നീട് ഇറാനെ സഹായിക്കാനായി രംഗത്തെത്തിയത്. യുഎസിന്റെ ഉൾപ്പെടെ ഉപരോധം മൂലം മികച്ച ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഇറാന് ഇല്ലാതെ പോയതാണ് അപകടത്തിൽ കലാശിച്ചത് എന്ന ആരോപണവും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തള്ളി. 45 കൊല്ലം പഴക്കമുള്ള ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയിൽ പറത്താൻ തീരുമാനിച്ച ഇറാൻ തന്നെയാണ് കുറ്റക്കാരെന്ന് ഡിപ്പാർട്ട്മെന്റ് വക്താവ് അഭിപ്രായപ്പെടുകയും ചെയ്തു. അതേസമയം 1979 വിപ്ലവത്തിന് പിന്നാലെ ഇറാന് പുതിയ വിമാനങ്ങളും വിമാന ഘടകങ്ങളും നൽകുന്നത് യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും നിർത്തിവെച്ചത് ശരിക്കും തളർത്തിയത് രാജ്യത്തിന്റെ ആകാശയാത്രകളെ തന്നെയായിരുന്നു. ബോയിംഗ്, എയർബസ് കമ്പനികളാണ് യാത്രാ വിമാന നിർമ്മാതാക്കളെന്നതിനാൽ തന്നെ ഇരുവരിൽ നിന്നും ഇറാനിലേക്ക് ഒരു വിമാനവും പിന്നെ എത്തിയില്ല. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള വിമാനങ്ങൾ സർവീസ് നടത്തുന്ന രാജ്യമാണ് ഇറാൻ. ഇതെല്ലാം അപകടത്തിൽ തിരിച്ചടികളായിരിക്കുകയായിരുന്നു. ശരാശരി 25 വയസ്സും അതിൽ കൂടുതലുമാണ് ഓരോ വിമാനത്തിനും. എന്നേ സർവീസിൽ നിന്ന് വിരമിച്ച മോഡലുകളാണ് ആഭ്യന്തര സർവീസുകൾക്ക് രാജ്യം ഉപയോഗിച്ചു പോകുന്നത്. മക്ഡൊണാൾ ഡഗ്ലസ് MD-83, എയർബസ് A300, A310 തുടങ്ങിയവയാണ്. പ്രസിഡന്റിന്റെ ജീവനെടുത്ത ഹെലികോപ്റ്റർ 1998 ശേഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല. ഇറാൻ ഹെലികോപ്റ്ററുകൾ നവീകരിക്കാൻ 2015 ജർമ്മനി സന്നദ്ധത അറിയിച്ചിരുന്നുവെങ്കിലും നടന്നില്ല. രാജ്യത്തെ എഞ്ചിനീയർമാരുടെ മിടുക്കാണ് ഇവ ഇപ്പോഴും പറക്കാൻ സഹായിക്കുന്നത് എന്ന് മാത്രം. റഷ്യയുമായും ചൈനയുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുമ്പോഴും വ്യോമഗതാഗത രംഗത്ത് കാര്യമായ സഹകരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ചിത്രം കൂടുതൽ മോശമാക്കുന്നത്. ഇറാനുമേൽ യുഎസ് തുടരുന്ന ഉപരോധമാണ് ദുരിതത്തിന് കാരണമെന്ന് മുൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് സരീഫ് ആരോപിച്ചിരുന്നു. അതേസമയം റൈസിയുടേത് രക്തം പുരണ്ട കൈകളാണെന്ന് യുഎസ് മരണത്തിൽ പ്രതികരിച്ചു. റൈസിയുടെ നിര്യാണത്തിൽ വാഷിംഗ്ടൺ ഔദ്യോഗികമായി അനുശോചനം അറിയിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രതികരണം വന്നിരിക്കുന്നത്. ഒരുപാട് പേരുടെ രക്തം പുരണ്ട കൈകളാണ് റൈസിയുടേതെന്ന് യുഎസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ ഗിർബി പറഞ്ഞു. ഇറാനിൽ നടക്കുന്ന ക്രൂരമായ മനുഷ്യാവകാശ ധ്വംസനങ്ങളിലും ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് പിന്തുണ നൽകുന്നതിലും റൈസി ഉത്തരവാദി ആണ് എന്നും കർബി പറയുന്നുണ്ട്.